അങ്ങനെ പറഞ്ഞാ പറ്റുമല്ലോ. അവള് എന്നെ ചതിച്ചില്ലേ. മോളു എവിടെയാണ്? എത്രയും പെട്ടെന്ന് എന്റെ മൊബൈൽ ഷോപ്പിൽ വരണം. 2 തകിട അടിച്ചു. മോള് വന്നില്ലെങ്കിൽ ഇനി തകിട അടിക്കാനില്ല. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് വന്നു കേട്ടോ. എല്ലായ്പ്പോഴും തേൻ വരാറില്ല. അവളെ വിളിക്കുമ്പോ അപ്പ തേൻ വരും. കാട്ടുതേ. ഞാനൊരു കാര്യം പറയാം. ഇത് നമ്മളെ തേക്കുന്നെന്നാണ് എന്റെ വിശ്വാസം. ഇത് നമ്മളെ തേക്കാൻ സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെ 3 പേരും കൂടെ അവളെ കൊടുക്കാനുള്ള പരിപാടി. എന്നെ തേക്കൂല. എന്നെ ഒരിക്കലും തേക്കില്ല. ഉറപ്പെന്താണ്? എന്റെ ഭാര്യയുടെ പേരിട്ട് മൊബൈൽ ഷോപ്പാണിത്, അശ്വതി. എന്റെ ഭാര്യയും മക്കളെയും കടത്തിണ്ണയിൽ ഇറക്കി വിട്ടിട്ട് നീതുവിന്റെ പേരിട്ട് ഞാൻ തുടങ്ങിയ മൊബൈൽ ഷോപ്പാണ്. എന്നെ അവള് ചതിക്കില്ല. ഉറപ്പാണ്. എടാ, ആറ്റിലും തോട്ടിലും നടന്ന് മീൻ പിടിച്ചോണ്ടിരുന്നവനാ ഞാൻ. അറിയാമോ, ഞാൻ ഈ മീൻ കച്ചവടം നടത്തിയ പൈസ മുഴുവൻ ഞാൻ അവക്കാണ്ട് കൊടുത്തത്. മീൻ കച്ചവടം നടത്തി ഞാൻ ഈ വെയിലത്ത് മീനിന്റെ ചെതമ്പലുമായിട്ട് നിൽക്കുമ്പോൾ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഈ തിളക്കമുള്ള ഡ്രസ് ഇട്ടോണ്ട് സിനിമാറ്റിക് ഡാൻസിന് പോവാണോ? അറിയാമോ അങ്ങനത്തെ അവസ്ഥ വരെ ഉണ്ട്. എനിക്ക് സമ്മതിക്കണം. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ? ഞാൻ നേരം വെളുക്കുമ്പോ പശുവിന്റെ പിറകെ കാളയോ ചാണകം എടുക്കാനായി. ചാണകം എടുത്ത് മിക്സ് ചെയ്ത് അതിൽ അള്ളു വെച്ചിട്ട് ഓരോ വണ്ടിക്കും അള്ളു വെക്കുമ്പോ എനിക്കൊരൊറ്റ വിചാരേ ഉള്ളൂ, എന്ത് ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ എന്റെ നീതുവിന് കൊടുക്കണം. ആ നീതു എന്റെയാണ്. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒരു കാര്യം പറയട്ടെ. അവള് വിളിച്ചിട്ടുണ്ടല്ലോ, അവള് വരട്ടെ. അവള് വന്നിട്ട് തീരുമാനിക്കാം എന്താന്നുള്ളത്.